അതെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചകളോളം ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മൈദപ്പൊടിയിലാണ്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് മൈദപ്പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഞാൻ ചേർത്തേക്കുന്നത് യെല്ലോ ഫുഡ് കളറാണ്. ഈ യെല്ലോ ഫുഡ് കളറിന് പകരമായിട്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഫുഡ് കളർ ഈ മൈദപ്പൊടിയിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കാണാം. അതെല്ലാം നല്ലതുപോലെ ഉടച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമ്മളിവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടി നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും ചെറിയ ബോൾസ് ആയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പൂരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന അത്രയും ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്, ഇത് ഉരുട്ടാനായിട്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ മൈദപ്പൊടിയും 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് ഇത് പരത്തി എടുക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടിയൊന്ന് വിതറിയ ശേഷം ഒന്ന് പരത്തിയെടുക്കാം. വളരെ ചെറുതായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ബോൾസ് വളരെ ചെറുതായിരിക്കണമെന്ന്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കണക്കിന് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ കനം കുറഞ്ഞു തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് പൊടിയിടേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് പൊടി മാത്രം മതി. ഇപ്പോൾ ദാണ്ട് ഈ രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുക്കുക. എന്നിട്ട് ഈ 3 കോണും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ. നമ്മൾ ഇതിനകത്ത് വെള്ളമോ ഒന്നും തേച്ച് നമ്മൾ ഇതൊന്നും ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ പരത്തരുത്, അതിൻ്റെ മുകൾ വശം മാത്രം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഷേപ്പിൽ. ഇനി ഇതിൻ്റെ അടിവശത്ത് ലെയറുകളായിട്ട് ഇതേപോലെ കാണണം കേട്ടോ. അപ്പം മുകൾ വശം മാത്രമേ നമ്മളിതുപോലെ ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാവൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം കുറച്ച് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം പരത്തിയിട്ട് ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ വെച്ചേക്കരുത്. കുറച്ച് ഒന്ന് പരത്തി വെച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി നമുക്ക് ഇതുപോലെ പരത്തിയ ശേഷം ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത്രയും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പരത്തിയെടുത്ത ശേഷം ഫോർക്ക് കൊണ്ട് 2-3 കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ എണ്ണയൊക്കെ ഇതിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉള്ളൊക്കെ മൂത്ത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു, എണ്ണ ചൂടായോ എന്നറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് നമ്മൾ ഇട്ട് കൊടുക്കരുത്, കാരണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ഇത് ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതിനുള്ള സ്ഥലം നമ്മുടെ ഈ കടായിക്കകത്ത് കാണണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഇതുപോലൊന്ന് പൊങ്ങിയതായി ബബിൾസ് ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ വരും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ മുകൾ വശമൊക്കെ ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും, ഉള്ളു വേവാതെ ഇരിക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ആഴ്ചകളോളം ഇത് സ്റ്റോർ ചെയ്യാനും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ കളറൊന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ അതാണ് നമ്മൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കപ്പിനാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ട് നമുക്കിത് ഒരു നൂൽ പരുവത്തിൽ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ല രീതിയിൽ തിളച്ച് ഒരു 1 സ്ട്രിങ് പരുവം ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന ഒരു സമയത്ത് ഞാനിതിലേക്ക് 3-4 ഏലക്ക ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ സ്നാക്സിന് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലെടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നോന്ന് അറിയില്ല. ഇത് 1 സ്ട്രിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് എല്ലാം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചൂടോടുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സ്നാക്സിലെല്ലാം നല്ലതുപോലെ ഈ ഷുഗർ സിറപ്പ് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. കയ്യിൽ ഷുഗർ സിറപ്പ് വീടരുത് കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്കിത് ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ ഇടാതെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ചെറിയ ഒരു മധുരം മതിയെന്നുണ്ടെങ്കിൽ നമ്മളിത് വറുത്തു കോരി എടുക്കുന്ന സമയത്ത് ആ ചൂടോടുകൂടി തന്നെ പൊടിച്ച പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ചെറിയൊരു മധുരമേ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഷുഗർ സിറപ്പ് ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 മണിക്കൂർ കഴിയുക, അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആവണം ഈ ഷുഗർ സിറപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് ഡ്രൈ ആയിട്ടൊന്ന് പിടിച്ചു വരാനായിട്ട്. ഇപ്പം ഞാനിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ സ്നാക്സ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മടക്കുസാനാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. മടക്കുസാൻ നമ്മൾ അല്ലാതെ സാധാരണ രീതിയിൽ ഉണ്ടാക്കാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്ക് ബൈ. താങ്ക് യു.